ഹായ്, ഒരു ചെറിയ യാത്രയുടെ വിശേഷം നിങ്ങളോട് പറയാമേ. രാത്രി 8:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. കാർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. 10:20 വരേണ്ട മലബാർ എക്സ്പ്രസ് ആണ്. വന്നപ്പോൾ 10:45. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തിരുന്നു. 9:15 കാസർഗോഡ് എത്തി. കാസർഗോഡ് എൻ്റെ വാപ്പിയുടെ മാമന്റെ വീടുണ്ട്. മാമൻ ഞങ്ങളെയും കാത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. നേരെ മാമന്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി ഉടൻ തന്നെ ഞങ്ങൾ അടുത്തുള്ള മഞ്ചക്കൽ ഫോറസ്റ്റിലേക്ക് പോയി. ഞാനും വാപ്പിയുമാണ് ഫോറസ്റ്റിലേക്ക് പോകുന്നത്. ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ കണ്ടത് ഒരു മുട്ടയായിരുന്നു. അതൊരു തിത്തിരിപ്പക്ഷിയുടെ മുട്ടയാണെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അടുത്ത് തന്നെ ഒരു തിത്തിരിപ്പക്ഷി ശബ്ദമിടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. ഇവരുടെ വിശേഷം അടങ്ങിയ പൂർണ്ണമായ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിൽ നടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നേ. വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാമേ. ഇവിടെ കുറെ തിത്തിരിപ്പക്ഷികളുണ്ട്. അവർ ഞങ്ങളെ കണ്ടപ്പോൾ വട്ടമിട്ട് പറക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ബ്രീഡിംഗ് സമയമാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഇവിടെ വേറെ മുട്ടകളും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കണ്ടോ അവർ പറന്നു നടക്കുന്നത്? അവിടെ ഒരു പക്ഷി അടയിരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളൊരു 4 മുട്ടയും കൂടി കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും തിത്തിരിപ്പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത്. ഒത്തിരി ദൂരെയാണ്, ഞങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടിയുള്ളൂ. അവരുടെ കുറെ വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അവരെ വളരെ അടുത്ത് ചിത്രീകരിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. വനത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു. നല്ല മരങ്ങളും കുറ്റിക്കാടുകളുമുള്ള നല്ല രസകരമായ സ്ഥലമാണിത്. അവിടെ ഞങ്ങളൊരു മലബാർ ഗ്രേ ഹോൺബിലിനെ കണ്ടു. തൊട്ടടുത്താണ് ഞങ്ങളൊരു മലബാർ ലാർക്കിനെയും കണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഒരു 4 മണിയായപ്പോൾ ബേക്കൽ കോട്ടയ്ക്ക് പോയി. ഞാനും വാപ്പിയും ഉമ്മിയും പാത്തും പിന്നെ മാമന്റെ മോനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമിത്ലാജ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടേ. ഞങ്ങളൊന്ന് തണുക്കാനായിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പു നായകൻ നിർമ്മിച്ചതാണ് ഈ കോട്ടയെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന പുരാവസ്തു ഗവേഷണ പ്രകാരം കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നെന്ന് പറയപ്പെടുന്നു. കുറേയധികം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഗുൽമോഹർ പൂത്തു നിൽക്കുന്നത്? എത്ര മനോഹരമായിട്ടല്ലേ. ഇംഗ്ലീഷിൽ ഇവരെ റോയൽ പോൻസിയാന എന്നാണ് വിളിക്കുന്നത്. ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അവിടെ ചെറിയൊരു ഗുഹ കണ്ടു. ഞങ്ങൾ അതിലേക്ക് കയറി. കോട്ടയുടെ മുകളിൽ നിന്ന് കാണുന്ന ഈ കാഴ്ച എന്ത് രസമാണല്ലേ. ഞങ്ങൾ അടുത്തുള്ള ബീച്ചിലേക്ക് പോയി. അസ്തമയം കണ്ടു. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ആ ദിവസം അവിടെയൊക്കെ കറങ്ങി പിറ്റേ ദിവസം മാമന്റെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം രാവിലെ പഴശ്ശിരാം എക്സ്പ്രസിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി. ഇനിയും അടുത്തൊരു യാത്രയുമായി കാണാമേ.